ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് യൂണിവേഴ്സ് മെസ്സേജ് ആണ്, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്നെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങളുടെ സിറ്റുവേഷൻസൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ്? എന്താണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ്? നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് എന്താണ്? ഓക്കെ, ഇവിടെ ട്രിമ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്, ഫയർ ഫൗണ്ടേഷൻ വന്നിട്ടുണ്ട്, ആക്സിലറേറ്റഡ് മോഷൻ വന്നിട്ടുണ്ട്, ഇമോഷണൽ വിഡ്രോവൽ വന്നിട്ടുണ്ട്, ഇമോഷണൽ ലോസ് വന്നിട്ടുണ്ട്, ഹാർമണിയാണ് അവസാനം വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് മെൻ്റൽ കോൺഫ്ലിക്റ്റും ക്രൗൺ ചക്രയുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളുടെ കറണ്ട് എനർജീനകത്ത് നിങ്ങൾ മെൻ്റലി ക്ലാരിറ്റി ഇല്ലാതെ ഇരിക്കുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, കൺഫ്യൂഷൻസ് വരിക, നിങ്ങൾ ഭയങ്കര അപ്സെറ്റായി പോവുക, എന്ത് ഡിസിഷൻ കറക്റ്റായിട്ട് എടുക്കണമെന്നറിയാത്തൊരവസ്ഥ, ആ ഒരു എനർജിയാണ് ഇവിടെ മെയിൻലി കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ടും ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട്, ഇമോഷണലി നിങ്ങൾ ബാലൻസ്ഡ് അല്ലാതായി പോകുന്നുണ്ട് എന്നുള്ള രീതിയിലും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ ബോൾഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവുമായിരിക്കും, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ചക്രാസിനെല്ലാം അവൈലബിൾ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടെ ക്രൗൺ ചക്ര വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ബോഡിയിലുള്ള 7 ചക്രാസുകൾ നിങ്ങൾ അവൈലബിൾ ആക്കാൻ ചിലപ്പം റേക്കി ഹീലിംഗ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ചക്ര മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളെ തന്നെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സ്റ്റാൻഡ് എടുക്കാൻ, അല്ലെങ്കിൽ ഒരു കറക്റ്റ് പോയിന്റഡ് ആയിട്ടൊരു സ്റ്റാൻഡ് എടുക്കാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അതിൽ തോറ്റു പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. പലർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണുന്നുണ്ട്, ഫിനാൻഷ്യലി നിങ്ങൾക്ക് ലോസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കരിയർ റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുമായി സംബന്ധിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് അവിടെ നഷ്ടം മാത്രമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ലായിരിക്കും. നിങ്ങൾക്ക് അതായത് നിങ്ങൾക്കിപ്പോൾ ജോലി ഉണ്ടെങ്കിലും, നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് കിട്ടുന്ന മണി എന്ന് പറയുന്നത് നിങ്ങൾ അത്രയും നിങ്ങളെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സെക്യൂർഡ് ആക്കുന്ന രീതിയിലായിരിക്കില്ല, നിങ്ങൾക്കത് തികയുന്നുണ്ടാവില്ലായിരിക്കാം. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ലോസ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ ലോസ് കാരണം ലൈഫിൽ പലതിനെയും വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഓക്കെ, കിങ് ഓഫ് പെൻഡക്കിൾസ് എഗെയിൻ ഫിനാൻഷ്യലിൻ്റെ അല്ലെങ്കിൽ മണി എനർജിയാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ബിസിനസ്സിൽ സക്സസ് ഉണ്ടാകും എന്നുള്ളത് കാണുന്നുണ്ട്. സക്സസ് വരും, അതുപോലെ അബണ്ടൻസ് കിട്ടും, പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളൊരു കംഫർട്ട് സോണിൽ നിങ്ങൾ എത്തും, പക്ഷെ നിങ്ങൾക്ക് അതിനു മുൻപേ ഒരുപാട് എഫേർട്ടും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോകും എന്നുള്ളതാണ് നിങ്ങളുടെ ജേർണി. ഇവിടെ ട്രിംബ് എന്ന കാർഡായിരുന്നു ഫസ്റ്റ് വന്നത്, അത് ചാരിയറ്റിൻ്റെ എനർജിയാണ്.
നിങ്ങളൊരു ജേണിയിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ജേണിയിലേക്ക് എത്തുന്നതിന് മുൻപേ നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ആ പരീക്ഷണങ്ങളിലൂടെ മൂവ് ചെയ്യേണ്ടി വരും. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ പല കാര്യങ്ങളും ബാലൻസ്ഡ് ആക്കേണ്ട സമയമാണിത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് കംഫർട്ട് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റിനുമുള്ള പല കാര്യങ്ങളും ബാലൻസിലേക്ക് വരണം. ഇമോഷണലി ഉള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ഫീലിങ്സ് ആയിരിക്കാം, നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കാം, ഇനിയിപ്പോൾ നിങ്ങൾ ഓപ്പൺ മൈൻഡഡ് ആണെങ്കിൽ അതായിരിക്കാം. അതായത് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ, ചില ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ബൗണ്ടറിക്ക് അകത്തോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരു ബൗണ്ടറി നിങ്ങൾ വെക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് അതുപോലെ ഹീലിങ്ങും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹീലിംഗ് എന്ന് പറയുന്നത് പാസ്റ്റിലെ കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇമോഷണലി ലോസ് ആണ്, നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് സ്റ്റേബിൾ ആവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾ കൊണ്ടുവരിക. അതുപോലെ ഒറ്റയ്ക്ക് തന്നെ നിങ്ങൾ നേരിടുക, അതുപോലെ ഹീല് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. പൂർണ്ണമായിട്ടും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തേക്കുക. ബാക്കി യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നടക്കും. ഓക്കെ, അപ്പം ഇവിടെ എന്തൊരു കാര്യത്തിലും ഇവിടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ കാണുന്നുണ്ട്. ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരും. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് നേരിടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. എംപററിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ഡിസിപ്ലിൻ ഓർഡർ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു സമയത്ത്. അതായത് ഡിസിപ്ലിൻ ഓർഡർ എന്ന് പറയുമ്പം നിങ്ങൾ രാവിലെ എണീക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലിയുടെ കാര്യത്തിൽ ചെയ്യുന്ന രീതികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം വർക്ക് എടുക്കുന്നത്, അതിപ്പോൾ ജോബിലാണെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴായാലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഡിസിപ്ലിനോടെ ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ ജേർണൽ എഴുതുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് തയ്യാറാക്കുന്നത്, ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കുന്നത്, മോർണിംഗ് ടൈമിൽ നിങ്ങൾ എണീക്കുന്നത്, നിങ്ങൾ ആ ദിവസങ്ങളിൽ എന്താണോ ചെയ്യുന്നത് അത് ചിലപ്പം അലസതയോടെ ആയിരിക്കാം നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിലെല്ലാം നിങ്ങളൊരു ഡിസിപ്ലിൻ ഓർഡർ കൊണ്ടുവരിക എന്നുള്ളതാണ് ലൈഫിൽ. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യേണ്ട രീതികൾ എന്താണോ അത് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ഒരു ഓർഡറിൽ നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നേരെ ആർഗ്യുമെൻറ്റ്സ് വന്നേക്കാം എന്നുള്ളത് കാണുന്നുണ്ട്. മറ്റുള്ള ആളുകളിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പം ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളും വന്നേക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നേക്കാം. നിങ്ങൾ എന്താക്കുക, നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, അതായത് നിങ്ങൾ മാറി നിൽക്കുക. ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലുമൊക്കെ ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചേക്കാം, നിങ്ങളെ ഒരു ഗോസിപ്പ് പോലെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നേരിട്ടേക്കാം. നിങ്ങൾക്ക് ലോസ്, ഫിനാൻഷ്യൽ ആയാലും അല്ലാതെയും നിങ്ങൾക്ക് ഒരു ലോസ് സംഭവിച്ചതുപോലൊരു ഫീൽ ഉണ്ടായിരിക്കുക. മനസ്സിലാക്കുക, നിങ്ങൾ അതിൽ നിന്നും മാറി നിൽക്കുക. ഓക്കെ, പറയുന്നവർ പറയട്ടെ, ആർഗ്യുമെൻറ്റ്സ് കൊണ്ടുവരുന്നവർ കൊണ്ടുവരട്ടെ, അത് നെവർ മൈൻഡ്. ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ വിട്ട് കളയുക എന്നുള്ളതാണ്. ഓക്കെ, കിങ് ഓഫ് കപ്സിൻ്റെ എനർജി എഗെയിൻ ഇവിടെ ഇമോഷണലി സ്റ്റേബിൾ ആകണം നിങ്ങൾ എന്നുള്ളതാണ്. നിങ്ങളിപ്പം സ്റ്റെബിലിറ്റി നേടാൻ വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ചിലപ്പം നിങ്ങൾക്ക് എന്തിലാണോ സ്റ്റെബിലിറ്റി കിട്ടാത്തത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ വേറെ കാര്യങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ടാകാം. നിങ്ങൾ നിങ്ങളെ തന്നെ കംഫർട്ട് ആക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇമോഷണലി സ്റ്റെബിലിറ്റി, ഇവിടെ ബാലൻസ് വേണം. ഇവിടെ അത് നിർബന്ധമാണ്. ബിക്കോസ് നിങ്ങളിലെ ചക്രാസുകളെല്ലാം അവൈലബിൾ ആകുന്നത് നിങ്ങളുടെ ഈ ഇമോഷണലി സ്റ്റേബിൾ വെച്ചിട്ടാണ്, ഈ ഒരു സ്റ്റെബിലിറ്റി വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യണം. നിങ്ങളൊരു ബൗണ്ടറി എന്തായാലും സെറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പലരും സെറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, പലരും ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നുണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഒരു നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഒറ്റപ്പെട്ടൊരവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ പല കാര്യങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മാറി നിൽക്കുന്നുണ്ടാകും. വളരെ നല്ല കാര്യമാണിത്. പക്ഷേ നിങ്ങളങ്ങനെ മൂവ് ഓൺ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വളരെയധികം ഒരു ഒറ്റപ്പെട്ടൊരവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ഒറ്റയ്ക്ക് നടക്കുമ്പം നിങ്ങളതിൽ സന്തോഷങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. സന്തോഷങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ നല്ല കാര്യത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക, സന്തോഷങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരുപാട് പെയിൻ എടുക്കുന്നുണ്ടാവും. നിങ്ങൾ ഇമോഷണലി പെയിൻ കൊണ്ടുവരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പേഴ്സൺ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ
നിങ്ങളുടെ കാര്യങ്ങളിൽ നിന്നും, നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ എന്താക്കുക, മൂവ് ഓൺ ചെയ്ത് മാറി നിൽക്കുക. ഓക്കെ, ഫോർഗീവ്നെസ് പറയുന്നുണ്ട്. അപ്പം നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുക. സെൽഫ് ലവ് ആണ്. നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങൾ ഡിപ്പെൻഡഡ് ആവേണ്ട കാര്യമില്ല. ഒറ്റയ്ക്കാണെന്ന് കരുതിയിട്ട് ഒരാൾ കൂട്ടിനുണ്ടെങ്കിൽ മാത്രമേ സന്തോഷം കിട്ടുള്ളൂ എന്നൊക്കെയുള്ള തോട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾ ആ ഒറ്റപ്പെട്ട നിമിഷത്തെ സ്നേഹിക്കുക. അവിടെ നിങ്ങൾ ഹാപ്പിനെസ് കൊണ്ടുവരിക. ഓക്കെ, ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. വളരെ പോസിറ്റീവാണ്. നിങ്ങൾക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുന്നതോടെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് നിങ്ങൾക്ക് സംഭവിക്കും. മനസ്സിലാക്കുക, ഇത് നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആവത്തില്ല. നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ വരുന്നതിന് ഒറ്റയ്ക്ക് തന്നെ നേരിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ സെൽഫ് ലവ് സ്പിരിച്വാലിറ്റിയിലൂടെ പോകുന്ന ആളുകൾക്ക് ഇത് മെയിനായിട്ടും റെസണേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗ്രോത്ത് സംഭവിക്കും. നിങ്ങളുടെ ലൈഫിൽ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വരും. ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ആഗ്രഹം, ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആണത്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് കൊടുക്കുന്ന ഒരാളായിരിക്കാം. എന്തിൻ്റെ കാര്യത്തിലും, ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പം കരിയറിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് കൊടുക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് സംടൈംസ് ആലസ്യത വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനൊരു താല്പര്യമില്ലായ്മ, ഒരു മടി പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മടി പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ എനർജി കൊടുക്കുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്ന് സ്വയം എനർജി കൊടുക്കുക. അപ്പം നിങ്ങൾ ഭയങ്കരമായിട്ടും നിങ്ങളിപ്പോൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിലൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടാകും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. ആൻഡ് സ്ലോ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫിനാൻഷ്യൽ ലോസ് ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ലോസ് നിങ്ങൾക്ക് വരുന്നത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ലോസ് വരുന്നു. നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു കറക്റ്റായിട്ടുള്ളൊരു സക്സസ്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വില നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്ലോ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ട് അറ്റ്ലാസ്റ്റ് ഫൈനലി ആണ് നിങ്ങളുടെ കയ്യിലേക്ക് അത് എത്തുക. ഓക്കെ, അപ്പം സ്ലോ ആണ് ആൻഡ് സ്റ്റഡി ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങളുടെ കാര്യത്തിലേക്ക് വരിക. ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കും. പഠനത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷണത്തിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, റെസ്പോൺസിബിലിറ്റി, അതുപോലെ അതിലെങ്ങനെ ഹാർഡ് വർക്ക് കൊടുക്കണം, അതിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി, ആ ഒരു റൊട്ടീൻ എന്താണോ അത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും നിങ്ങളിലേക്ക് ആ ഒരു ഗ്രോത്ത് എത്തുന്നത്, അച്ചീവ്മെൻറ്റ് എത്തുന്നത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. സോ നിങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അവസാനമായിട്ടൊരു കാർഡും കൂടി എടുത്തതാണ്. നിങ്ങൾ റെഡിയായി ഇരുന്നോളൂ. നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയായി ഇരുന്നോളൂ എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്തുള്ള ഗൈഡൻസ്. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ സംസാരിക്കൂ. അവിടെ നിങ്ങൾക്ക് പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ കിട്ടും. അതായത് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഗോൾസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. സോ ആ ഗോൾസിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. ആ ഗോൾ എന്താണോ നിങ്ങളുടെ ഗോൾസ്, അല്ലെങ്കിൽ എന്തിലേക്കാണോ നിങ്ങൾ പോവേണ്ടത് അതിൽ കറക്റ്റായിട്ട് നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇവിടെ സോഡിയക് സൈൻ നോക്കാം. കറണ്ട് പോയതാണ് കേട്ടോ. സോഡിയക് സൈൻ നോക്കാം. കാപ്രിക്കോൺ ഉണ്ട്, ടോറസ് ഉണ്ട്, ഏരിയസ്, സ്കോർപിയോ, ഏരിയസ് അഗെയിൻ, വിർഗോ, സ്കോർപിയോ, വിർഗോ അഗെയിൻ പിന്നെയും വിർഗോ, ടോറസ് അഗെയിൻ, കാപ്രിക്കോൺ, ലിബ്ര, ലിയോ,
സ്കോർപിയോ, ടോറസ്, ലിയോ, പൈസീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള സോഡിയക് സൈൻ ഇതാണ്. നിങ്ങൾക്ക് ഇതിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റീഡിംഗ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.